ഇത് കണ്ടങ്ങള് 2500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സിറ്റി, അത് ഭൂമിക്കടിയിൽ കേട്ടോ. 2500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ഒരു സിറ്റി ഭൂമിക്കടിയിലുള്ള ഗേറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോയി നോക്കിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ കാണാം. ഞാനുള്ളത് കിഷ് ഐലൻഡിലാണ്, ഇറാനിൽ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു. ഈ കെട്ടിയിരിക്കുന്നതൊക്കെ എന്താ പറയുക, മുഹറം ആയതുകൊണ്ട്, ഇത് മുഹറം മാസം ആയതുകൊണ്ട് ഇവർ മുഹറം നന്നായിട്ട് ആഘോഷിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ ഇതൊക്കെ കെട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഗേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കേട്ടോ. ദാ ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ കയറിയിട്ട് പോയി നോക്കാം. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി അണ്ടർഗ്രൗണ്ട് സിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും ആദ്യമായിട്ടാണ് ഞാൻ ഇതേപോലുള്ളൊരു സിറ്റിയിലേക്ക് പോകുന്നത് കേട്ടോ. ദാ കിഷ് അണ്ടർഗ്രൗണ്ട് സിറ്റി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇറങ്ങി നോക്കാം. ഭൂമിൻ്റെ അടിയിലേക്കാണ് ഈ ഇറങ്ങി പോകണമെന്നുള്ളതാണ് കേട്ടോ. ഫ്രണ്ട്സ്, അതുപോലെ ബീഹാരി, ഇന്ത്യക്കാർ പലരും ഉണ്ട്. അവരൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചിങ്ങനെ നടന്നു വന്നപ്പോൾ ഉണ്ടോ 2-3 വഴികൾ കാണാം. ഇതിന് ശരിക്കും കാരിസ് ഈ കിഷ് ഇവിടെ ശരിക്കും ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് അങ്ങോട്ട്. അപ്പോൾ ഇതൊക്കെ ഇതേപോലെ കല്ല് കുത്തി വെച്ചിട്ട് ഇതേപോലെ തുരന്നുണ്ടാക്കിയതാ ഉണ്ടോ. ഈ ഒരു കല്ല് മൊത്തം ഒരു ഇതേപോലെ കട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു ചുമരുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ കൗതുകരമായിട്ട് തന്നെ കേട്ടോ. അതായത് കോൺക്രീറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല, ഇതൊരു ഉറപ്പുള്ളൊരു കല്ലാണ്. ഈ കല്ല് ഇവർ കുത്തി ഓട്ടാക്കി, അതായത് കട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ തുരന്നുണ്ടാക്കിയിട്ട് ഒരു അണ്ടർ സിറ്റിയാണ് ഉണ്ടാക്കിയിരിക്കുക കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഓരോ ഭാഗത്തേക്ക് വരുമ്പോഴും വേറിട്ട കുറേ കാഴ്ചകളാട്ടോ. ഇതിൻ്റെ ചരിത്രം പറയണതെന്ന് വെച്ചാൽ 274 കിണർ വെള്ളം ശേഖരിക്കുന്നതിനായി കുഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ 274 കിണർ ഉണ്ട് എന്നായിരിക്കും കേട്ടോ പറയണത്. ഭയങ്കരമായിട്ടുള്ള കാഴ്ചയാണല്ലോ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ കാണാനുള്ളത്. പിന്നെ ഈ പ്രദേശത്തെ ആളുകൾ ഒരു കാലത്ത് കുടിവെള്ള ആവശ്യങ്ങൾക്കും പേർഷ്യൻ ഗൾഫിൻ്റെ അതിർത്തിയിലുള്ള രാജ്യങ്ങളുമായി വ്യാപാരത്തിന് ഉപയോഗിച്ചിരുന്നതായിട്ട് കാണിക്കുന്നു എന്ന് പറയുന്നത്. ആ ഒരു 2500 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് ആ പറയുന്നത് കേട്ടോ. അപ്പോൾ കാണേണ്ട കാഴ്ചയാണ്. എന്തായാലും നിങ്ങളിവിടെ വരികയാണെങ്കിൽ മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. കൗതുകം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഭൂമിൻ്റെ അടിയിൽ ഇത്രയും വലിയൊരു സൗകര്യം ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടോ, നമ്മൾ ആകാശം കാണുന്നുണ്ട്. അവിടെ ചെറിയൊരു അടപ്പ് കാണുന്നുണ്ട്, ഒരു കിണർ പോലെ തന്നെ. അതായത് അവിടെയൊക്കെ അവർ കുത്തി വെച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഓക്സിജനും കാര്യങ്ങളും കിട്ടണമല്ലോ. ഈ അണ്ടർഗ്രൗണ്ട് വലിയൊരു നഗരത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കൂടി അതാണ് നമ്മൾ വന്ന ഏറ്റവും വലിയ ടോപ്പ്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഈ 274 കിണർ എന്ന് പറയുന്നത് ഇതേപോലെയുള്ള കിണറുകളാണ് കേട്ടോ. കണ്ടോ, ഇവിടുന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പാസിങ് ഉണ്ട്, പക്ഷേ ഒക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വരാൻ പറ്റുള്ളൂ. വെള്ളം കണ്ടോ, നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ അതൊന്ന് ഇറങ്ങി കുടിച്ചോ അല്ലെങ്കിൽ ഒന്ന് ഉപ്പുരസം ഉണ്ടോയെന്നില്ല നോക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത് കേട്ടോ. ഇവിടെ ഒരു കിണർ കാണുന്നുണ്ടോ നിങ്ങൾ? ഇതേപോലെയുള്ള കിണറുകളാണുള്ളത് കേട്ടോ. 274 അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറയുമ്പോൾ എത്രത്തോളം വിസ്തീർണം ഉണ്ടാവും നോക്കി നിങ്ങൾ. കണ്ടോ, ഇതിൽ വെള്ളം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം ഇവിടെ കാണുന്നുണ്ട്. ശരിക്കും ഇതെല്ലാം കണക്റ്റാണ്. ഇവിടെ 2 ഹോളുണ്ട്. ആ ഹോളിൽ നേരെ അപ്പുറത്തേക്ക് അങ്ങനെ കണക്റ്റാണ്. അത് മാത്രമല്ല, അതുകൊണ്ട് സൂര്യപ്രകാശം കിണറിലേക്ക് ഈ വെള്ളത്തിലേക്ക് തട്ടാനായിട്ട് ഇതേപോലെ അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്, ഫുള്ളായിട്ട് വരുന്നില്ല. ഇതേപോലെ ഒരു ഹോള് മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളത്തിലേക്ക് കറക്റ്റായിട്ട് തട്ടുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ കുറേ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ശരിക്കും കൗതുകം എന്ന് പറഞ്ഞാൽ ഇതിനായിട്ട് നിങ്ങൾ ഈ ഒരു ഐലൻഡിൽ വരികയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നഷ്ടമല്ല. കാരണം പലരും ഇതിനെ പല രീതിയിലായിരിക്കും. കാരണം ഓരോരുത്തർക്ക് ഓരോ ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷേ വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ ശ്രീലങ്കയിൽ പോയപ്പം ആദമല കയറിയിട്ടുണ്ട് 5000 സ്റ്റെപ്പ് വെച്ചിട്ട്. അതേപോലെ ഇതേപോലുള്ള കൗതുകരമായിട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ ഇഷ്ടംപോലെ നിങ്ങൾ പ്രേക്ഷകർക്ക് നമ്മൾ കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനായിട്ട് നിങ്ങൾ ഈ ഒരു ഐലൻഡിലേക്ക് വന്നാൽ ഒരു നഷ്ടമില്ല. ആ ഒരു അറ്റത്തേക്ക് നോക്കി വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഫാനൊക്കെ വെച്ചിട്ടുണ്ട്, ഓക്സിജനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി. അതായത് ഒരു മുകൾ ഭാഗം ഇപ്പോൾ അടച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വെള്ളം കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടായിരിക്കാം ആ ഒരു ഭാഗത്തേക്കൊക്കെ എന്താ അറിയില്ലാണ്ട് പോകാതിരിക്കാൻ വേണ്ടിയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ തകർന്ന് കാണും, അങ്ങനെ ഉണ്ടാവില്ല. കാരണം ഇത്രയും വർഷമുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ട് പിന്നീട് ഇവിടെ ഒരു ഭൂമി കുലുക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് തന്നെ തകർന്ന് കാണും. പക്ഷേ ആ ഒരു ഇന്നലെ കണ്ടിട്ടുള്ള ഒരു സിറ്റി ഉണ്ടല്ലോ, നമ്മൾ വലിയൊരു സിറ്റി തകർന്നു പോയി പറഞ്ഞു, അതേപോലെ ഇവിടെ തകർന്നിട്ടില്ല എന്നുള്ളത് ഒരു കൗതുകം തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതിലല്ല പാസിങ്, അപ്പുറത്ത് ഇവിടെ ഒരു കിണർ കാണാം. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് മാത്രം. അയ്യോ, ഇവിടെ 9 എന്ന് പറയുന്ന നമ്പറുണ്ട്. അങ്ങനെ ഓരോരോ നമ്പറുകളുണ്ട് കേട്ടോ. ഇതിലെ നോ എൻട്രി ആണ്, ഇങ്ങോട്ട് എൻട്രി ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഇവിടേക്ക് വരാം. ഇതിൽ വരാം അല്ലേ, ഇതിലെങ്ങനെ പോകല്ലേ. ഇവിടെയൊക്കെ നനഞ്ഞ് നിൽക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ ഇതുണ്ടോ, അന്നത്തെ കർഷകർ ഉപയോഗിച്ചാണോ ഇനി വെള്ളത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇത് കുഴിക്കാനായിട്ട് ഉണ്ടാക്കിയാണോ എന്ന് അറിയില്ല. കുറേ തുലാസിനെ പോലത്തെ ഉള്ള കുറേ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മളിങ്ങനെ ഇങ്ങോട്ട് വന്നു. അതിലങ്ങോട്ട് ഒരു ബ്രിഡ്ജൊക്കെ കാണുന്നുണ്ട്, അങ്ങോട്ട് പോയി നോക്കാം. ഇതിലെങ്ങോട്ട് വന്ന് എന്താ ഉപയോഗിക്കുക, ഇതൊക്കെ എമർജൻസി എക്സിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുന്നുണ്ടല്ലോ. ഇവിടെ ഇറാൻ്റെ ഒരു ഫ്ലാഗ് കാണാം നമുക്ക്.
അതേപോലെ തന്നെ അതിലങ്ങനെ മുകളിലേക്ക് എന്തോ ഒരു സ്റ്റെപ്പ് ഉണ്ട്. എമർജൻസി എക്സിറ്റ് ആണ് തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടെ ക്ലോസ് ആണ്, നമുക്ക് പോകാൻ പറ്റാത്ത സിസ്റ്റത്തിൽ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ ലൈറ്റൊക്കെ ഇട്ടിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഇതിലങ്ങോട്ട് ഒരു വഴി കാണുന്നുണ്ട്. ഇവിടെയൊക്കെ ഇടയ്ക്കൊക്കെ ഫോട്ടോഷൂട്ടിന് വേണ്ടി അവർ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ള കുറേ ആൾക്കാരെയും ഒക്കെ വെച്ചിട്ടുണ്ട്. മെഹന്തി ഹന്ന ഹന ഹന്ന എന്നാണല്ലോ പറയല്. 100 ദിർഹം നോ ഡോളർ. അതിനിപ്പോ ഇത് എത്ര എനിക്ക് തിരണ്ടേ? ഏതായാലും 1 ലക്ഷം 1 ലാക്ക് 1 ലക്ഷം റിയാൽ, ഇറാനി റിയാൽ ഇതിന് മെഹന്തിടാൻ. അതായത് 1 ലക്ഷം റിയാൽ എന്ന് പറയുമ്പം ഓൺലി 10 ദിർഹം. 10 ദിർഹം. ഓക്കെ, അതായത് 10,000 ചതുശ്ര മീറ്ററാണ്. അത്രയും വലുത് ഭൂമിന്റെ അടിയിലാണ്. അതുകൊണ്ടോ അന്നത്തെ കാലത്ത് ഉപയോഗിച്ച പാത്രങ്ങള് അങ്ങനെ. അതെ, ഇത് എന്തുകൊണ്ട് എന്തായിരിക്കും ലോഹല്ലേ? അല്ല എന്തോ ഒരു ലോഹമാണ് അല്ലേ, മണ്ണല്ല. അങ്ങനെ എന്തോ ഒരു സാധനതാ ഇവിടെതാ. ഇതെന്താ? ആ ഹുക്ക. ഇതേ ഹുക്ക, അന്ന് ഉപയോഗിച്ചിരുന്ന ഹുക്കയാണ് ഈ കാണുന്നത് കേട്ടോ. ശരിക്കും ഇതിൻ്റെയൊക്കെ ഈ കല്ലുകൾക്കൊക്കെ വില എത്രയെന്നില്ല അറിയില്ല കേട്ടോ. അതൊക്കെ പല വിലയിലും. കാരണം ഇവർക്ക് ഇവരെ ഭാഷ മാത്രം അറബിക്ക് പറയും, പക്ഷെ അറബിക്ക് എനിക്ക് അറിയാത്തതുകൊണ്ട് എത്രയാണ് പ്രൈസ് എന്നുള്ളവർ നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് കേട്ടോ. ഈ കല്ലുകളൊക്കെ വെച്ചിട്ടുള്ള ഈ ഡിസൈനിലുള്ള ലൈറ്റുകളൊക്കെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അവിടെയും കുറച്ച് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ദാ നേരെ ഇതിൽ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് കണ്ട ആ ഒരു താഴേക്കുള്ള ഏരിയയിലേക്ക് എത്തി. അവിടെ നിന്ന് പോയി നോക്കാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേ നമ്മൾ നേരത്തെ മുകളിൽ നിന്നും ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് കണ്ടിട്ടുള്ള ആ ഒരു ഏരിയയാണ് ആ കാണുന്നത്. ശരിക്കും ഇത് ഭയങ്കര തന്നെ അല്ലേ. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്ന മണ്ണിൻ്റെ ഈ ഒരു തട്ടില്ലേ, ഇത് മുഴുവനായിട്ട് മണ്ണാണ്. അത് കഴിഞ്ഞതിന് ശേഷം, അത്രയും ആഴം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത്ര ഭാഗത്താണ് ഇവരെന്ത് ചെയ്തിരിക്കുന്നത്, ഇത് കുഴിച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നത്. അത്രയും ഭാഗം കാലി, അതായത് ജസ്റ്റ് മുകളിൽ മണ്ണ് കാണുന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്നാണ് ഉണ്ടാക്കിയേക്കല്ല. അപ്പം ഒരു ഏകദേശം പകുതിയോളം ഇത്രയും ഏരിയ കുഴിച്ചിട്ട് അവിടുന്ന് അങ്ങോട്ടാണ് ഇവർ പിന്നെ ഗുഹ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ കൗതുകം കേട്ടോ. എന്താണല്ലേ, നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. അപ്പോളേ ഇവരൊക്കെ നമ്മളെ കൂടുതൽ ആൾക്കാരാണ്. കുറേ ഫിലിപ്പീൻസ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്. എന്തായാലും വേറെ ലെവൽ സ്ഥലം. അടിയിലേക്ക് ഇവർ അന്ന് കുഴിച്ചെടുത്തിട്ട് ഈ വെള്ളം കാണുന്ന സ്ഥലത്ത് സാധാരണ കിണർ മാത്രമല്ല, ഇത്രയേരും 10,000 സ്ക്വയർ മീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് സംഭവം? ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറയണ്ടല്ലോ. ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റി ഉണ്ട് തോന്നുന്നുണ്ട്. പോയോ, വലിയൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. അത് നോക്കി, ഇത്രയും വലിയൊരു റെസ്റ്റോറൻറ്റ് ഇതിനുള്ളിലുണ്ട്. ജ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കും. വാട്ട് ഇസ് യുവർ നെയിം? യുവർ നെയിം മസൂദ്. ഇംഗ്ലീഷ് ഒന്നും പേർക്ക് കുറച്ചുകൂടി പോകില്ല കേട്ടോ. വാട്ട് ഈസ് യുവർ നെയിം എന്ന് വരെ ചോദിച്ചാൽ അറിയില്ല, നമുക്ക് അതൊക്കെ അറിയാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നോക്കി, ഓരോരോ തോണി മാതിരി ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, കോപ്പറേറ്റ് ആയിരിക്കും. വലിയ ഒരു സംവിധാനം കേട്ടോ, ഒരു ബോട്ട് രീതിയിലൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് കയറിയിട്ട് ഇരിക്കാം. അതും മരം കൊണ്ട് ഉണ്ടാക്കിയിരുന്ന സംഭവം. എക്സിറ്റ് കേട്ടോ, വന്ന വഴിക്കല്ല തിരിച്ചു പോണത്. അപ്പം നിങ്ങൾക്കും ഇതേപോലെ ഇറാന്റെ ഈ ഒരു കിഷ് ഐലൻഡിൽ വരണം എന്നുണ്ടെങ്കിൽ സൂൺ ഹോളിഡേയ്സ് ആയിട്ട് ബന്ധപ്പെടുക. സൂൺ ഹോളിഡേയ്സ് ദുബായിലായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ടൂർ പാക്കേജും കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് 5 സ്റ്റാർ ഹോട്ടൽ വരെ ഇവിടെ അവൈലബിൾ ആട്ടോ. അപ്പോൾ കൂടുതലായിട്ട് അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.